ദൈവമേ, അണ്ണനെ കാത്തോളണേ. അല്ല, ഇതാരാ? അർച്ചന മേഡോ? യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പോയ കാര്യങ്ങളൊക്കെ സെറ്റായോ? അനൂപിന് സുഖമല്ലേ? എന്താ മേഡം ഇത്? ഈ ചെടിക്കൊന്നും ആരും വെള്ളം ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ജോലി ഞാനങ്ങ് ചെയ്യാന്ന് വെച്ചു. ഇതൊരു കുടുംബമല്ലേ മേഡം? സന്ധ്യയായ വീട്ടിലൊരു വിളക്ക് വെക്കണ്ടേ? എന്നാലല്ലേ ഐശ്വര്യം വരുള്ളൂ. ഇപ്പതേ ഞങ്ങൾ വന്നപ്പോ ഐശ്വര്യവും വന്നു. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ആതിരേ, സ്നേഹേ, സാറ് ബഹളം വെക്കണ്ട. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഈ വീട്ടിലുള്ളവരെയൊക്കെ നിങ്ങൾ എന്താ ചെയ്തേ? സച്ചേട്ടാ വന്നേ. നിക്ക് 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 പറയട്ടെ. നിങ്ങൾ പേടിക്കണ്ട. ഇതുവരെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. എല്ലാവരും സേഫാ. ഞങ്ങളെല്ലാവരും നിങ്ങൾ വരുന്നതും കാത്തിരിക്കുമായിരുന്നു. എവിടെ ആയിരുന്നു ഇതുവരെ? അതെന്ത് ചോദ്യം അണ്ണാ? ഒരുപാട് ജോലി ചെയ്തിട്ടല്ലേ മേഡം വന്നിരിക്കുന്നത്, അല്ലേ മേഡം? വിളക്ക് വെച്ചത് കണ്ടില്ലേ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ ഒരു ഐശ്വര്യം വേണ്ടേ? വാ. സന്ദീപേ, എന്താ പറ്റി? എടാ, അയ്യോ, പേടിക്കാനൊന്നുമില്ല സാറേ. പാവം അറിയാതെ ഒന്ന് ബലം പിടിച്ച് നോക്കിയതാ. ചുണ്ട് ചെറുതായിട്ട് പൊട്ടിപ്പോയി. പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. മോളെ, ഇവരൊക്കെ ആരാ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആഹാ, അപ്പൊ കാരണവർക്കൊന്നും മനസ്സിലായില്ലല്ലേ? മോനും മരുമോളും വലിയൊരു ജോലി ചെയ്ത് തീർത്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവര് കാരണം നമ്മൾ എത്ര ബുദ്ധിമുട്ടേന്ന് അറിയാമോ? എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം. ഇന്ന് രാത്രി അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ അങ്ങ് കൂടാം. ഇവരിങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. നമുക്ക് കാര്യങ്ങളെല്ലാം സമാധാനമായിട്ട് ചോദിക്കാം. ഡാ, ആ ചായ സാറിന് കൊടുത്തേ. എനിക്ക് ചായ വേണ്ട. ഹാ, അങ്ങനെ പറയല്ലേ സാറേ. അവൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യ്, സാറിനും മേഡത്തിനും ചായ കൊടുക്ക്. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ. ദേ, വീടിനകത്ത് കയറി മര്യാദകേട് കാണിക്കരുത്. എല്ലാവരും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം. നിങ്ങളുടെ ഗുണ്ടാ വിളയാട്ടമൊന്നും ഈ വീടിനകത്ത് നടക്കില്ല. മര്യാദയ്ക്ക് എല്ലാരും ഇറങ്ങി പോകാനാ പറഞ്ഞത്.